മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്കായി പിരിച്ച തുകയിൽ നിന്ന് മുസ്ലിം ലീഗ് ഒരു മിഠായി പോലും വാങ്ങി നൽകിയില്ലെന്ന റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രവർത്തകർ കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നാരങ്ങ മിഠായികൾ മന്ത്രിക്ക് പാഴ്സലായി അയച്ചാണ് പ്രതിഷേധം അറിയിച്ചത്. ഇന്നലെ കാസർഗോഡ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയുണ്ടായത്. സുർജിത് അയ്യപ്പത്താണ് തയ്യാറാക്കിയത് ഈ വാർത്തയിലുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലേക്കാണിത്. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഇന്ന് വേറിട്ടൊരു പ്രതിഷേധം നടന്നു. റവന്യൂ മന്ത്രിക്ക് നാരങ്ങാ മിഠായി പൊതിയായി പാഴ്സലായി അയച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം. യൂത്ത് ലീഗാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ കാസർഗോഡ് റവന്യൂ മന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയത്. ഒരു നാരങ്ങാ മിഠായി പോലും ലീഗ് വാങ്ങി നൽകിയില്ല എന്നുള്ള ഒരു പ്രസ്താവന റവന്യൂ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ ജില്ലാ നേതാക്കൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് വഴി? ഇന്നലെ റവന്യൂ മന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. അദ്ദേഹം പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ളൊരു കാര്യമാണ്. മുസ്ലിം ലീഗ് ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മിഠായി പോലും പൊതുജനങ്ങൾക്ക് ഈ ദുരന്തബാധിതർക്ക് നൽകിയിട്ടില്ല എന്നുള്ളൊരു പ്രസ്താവന അത്യന്തം നിരാശാജനകമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പരിഭവം മാറ്റാൻ വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ പണമെടുത്തുകൊണ്ട് നാരങ്ങാ മിഠായി അദ്ദേഹത്തിന് പാർസലായി അയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം തുടക്കം മുതൽ വയനാട് ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ദുരന്തമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളും വൈറ്റ് ഗാർഡ് നടപ്പിലാക്കിയതും അവിടെ ഭക്ഷണശാലയിലെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനവും അടിയന്തര ധനസഹായം ചെയ്തതും ഏറ്റവും ഒടുവിൽ ഇന്നലെ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഭവന സമുച്ചയങ്ങൾക്കുള്ള തറക്കല്ലിടൽ കർമ്മം പോലും ഇന്നലെ നിർവഹിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള അത്തരം പ്രസ്താവന ഉണ്ടായിട്ടുള്ളത് മുസ്ലിം ലീഗ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിറളി പൂണ്ട് അദ്ദേഹത്തിന്റെ മനോനില തെറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇത്തരം പാരിതോഷികങ്ങൾ ലഭ്യമാവാത്തതിന്റെ പേരിലാണോ നമ്മുടെ പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായത് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുകയാണ്. ആ പരിഭവം മാറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് നാരങ്ങാ മുട്ടായി മുസ്ലിം യൂത്ത് ലീഗ് നൽകിയിട്ടുള്ളത്. ഇതാണ് ഒരു പ്രതിഷേധത്തിന്റെ കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഇക്കാര്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്നുള്ള റവന്യൂ മന്ത്രി തന്നെയാണ് വിശദീകരിക്കേണ്ടത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.